സാധാരണ മാതാപിതാക്കളാണ് മക്കൾക്ക് പേരിടുന്നത്. മിക്ക സംസ്കാരങ്ങളിലും അപ്പനാണ് അതിൻ്റെ അധികാരം. ഒരു കുഞ്ഞ് ജനിച്ച ശേഷം ആ കുഞ്ഞ് ഗുണമോ ദോഷമോ ചെയ്യുന്നതിനു മുമ്പ് തന്നെ ആ കുഞ്ഞിന് മാതാപിതാക്കൾ പേരിടുന്നു. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആഗ്രഹവുമായിരിക്കും ആ പേര് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. അബ്രാമിന് തൻ്റെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള പ്രതീക്ഷയിലായിരിക്കാം പേരിട്ടത്. അബ്രാം, എക്സോൾട്ടഡ് ഫാദർ, ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന പിതാവ് എന്നാണ് അബ്രാം എന്ന പേരിൻ്റെ അർത്ഥം. 80 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു കുട്ടി പോലും അബ്രാമിനുണ്ടായില്ല. 87 വയസ്സ് ആയപ്പോഴാണ് തൻ്റെ ഭാര്യയിലൂടെയല്ല, ദാസിയായ ഹാഗാറിലൂടെ ഇസ്മായേൽ എന്ന മകൻ അബ്രാമിന് ജനിച്ചത്. അതിനുശേഷം ദൈവം അബ്രാമിന് 99 വയസ്സായപ്പോൾ പേര് മാറാൻ തീരുമാനിച്ചു. അബ്രാമിന് ഒരു പുതിയ പേര് കൊടുത്തു. അബ്രഹാം എന്നാണ് ആ പേര്. ബഹുജാതികൾക്ക് പിതാവ് എന്നാണ് ഈ പുതിയ പേരിൻ്റെ അർത്ഥം. ഇപ്പോൾ ആകെ കൂടെയുള്ളത് ഇസ്മായേൽ എന്ന മകനാണ്. ആ മകൻ ഭാര്യയിൽ നിന്ന് ജനിച്ചതല്ല താനും. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പേര് മാറ്റാൻ പോകുന്നു. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇസ്മായേൽ ജനിക്കുന്നതിനും പല വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് അബ്രാം എന്നാണ് പേര്, അബ്രാമിനോട് ദൈവം പറഞ്ഞു, കടൽക്കരയിലെ മണൽ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. അബ്രാം അത് വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു എന്ന് ബൈബിളിൽ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ദൈവം പറയുന്നത് വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ പരിപാടികളിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ടാണ് നിന്റെ പേര് മാറ്റി ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറഞ്ഞപ്പോഴും അബ്രാം എതിരൊന്നും പറയാതിരുന്നത്. അത് ദൈവത്തിൻ്റെ പരിപാടിയായിരുന്നു. ആളുകൾ എങ്ങനെയുള്ളവർ ആയിരുന്നു, അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് അവർക്ക് എന്ത് ആയിത്തീരുവാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നാം കാണുന്നു. ദൈവത്തിൽ വിശ്വാസമുള്ള അബ്രഹാമിനെ ദൈവത്തിൻ്റെ പരിപാടികളിൽ ഉൾപ്പെടുത്തുവാൻ ദൈവം തീരുമാനിച്ചു. പരസ്പര വിശ്വാസമില്ലാതെ രണ്ടു പേർക്ക് ഒരുമിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അബ്രഹാമിൻ്റെ പേര് മാറ്റിയെന്ന് മാത്രമല്ല, അബ്രഹാമിനെ ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തു. ദൈവത്തിൽ വാസ്തവമായി വിശ്വസിക്കുന്നവർ ദൈവത്തെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അനുവദിക്കും. അതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായത്. അബ്രഹാം ആയി മാറി. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവത്തെ അനുവദിക്കുന്നവരാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.